വയനാട്ടിലെ മീറ്റിംഗിന് ശേഷം നടന്ന വലിയ തോതിലുള്ള ഒരു തീരുമാനമായിരുന്നു കോൺഗ്രസിൻ്റെ കോർപ്പറേഷൻ അതുപോലുള്ള കാര്യങ്ങളുടെ പ്രധാന തെരഞ്ഞെടുപ്പ് ചുമതലകൾ KPCC ഭാരവാഹികൾക്കാണ്. ഇതിൻ്റെ മൊത്തത്തിലുള്ള ഏകോപന ചുമതലയും അതിൻ്റെ നടത്തിപ്പിനുമുള്ള പൂർണ്ണ അധികാരം ശരിക്കും വിട്ടു നൽകിയിരുന്നത് VD സതീശനായിരുന്നു. പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ VD സതീശനായിരുന്നു. അത് കൃത്യമായിട്ട് VD സതീശനിലേക്ക് എത്തിയപ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഈ പറയുന്ന വിവരങ്ങളെ നിറം കൊടുത്തുകൊണ്ടും കളർ ചേർത്തുകൊണ്ടും വളരെ കൃത്യമായ അജണ്ടയോടുകൂടി KPCCയിലെ ഒരു വിഭാഗം തന്നെ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തു എന്ന് മാത്രമല്ല, ഇവർ നൽകിയ ചില വിശദീകരണങ്ങളോട് കൂടിയുള്ള വാർത്തകളും മറ്റുമാണ് പല മാധ്യമങ്ങളും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലും വന്നത്. സുധാകരനെയും VD സതീശനെയും തമ്മിൽ ഇടയിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ചിലർ നടത്തിയ നീക്കമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ എല്ലാം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒരു KPCC ആസ്ഥാനത്തെ ഇന്ദിരാഭവൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മൂവർ സംഘം ഒരു ഫ്രാക്ഷനായി പ്രവർത്തിക്കുന്നു എന്നുള്ള വ്യക്തമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് VD സതീശൻ KICC നേതൃത്വത്തിനും പരാതി നൽകിയത്. AICC നേതൃത്വത്തിനുള്ള പരാതി ലഭിച്ചപ്പോൾ തന്നെ ഈ സംഭവത്തിൽ പ്രാഥമികമായ ഒരു അന്വേഷണം ഗ്രൗണ്ടിൽ നടത്താനുള്ള മുമ്പ് തന്നെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ തന്നെ ചില കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 അംഗ സമിതിയെ അല്ലെങ്കിൽ ഈ 3 അംഗ ടീമിനെ കുറിച്ചുള്ള വ്യക്തമായ വിവരം AICCക്ക് ലഭിച്ചു. ഈ ടീമുമായി സുധാകരനും രമേശ് ചെന്നിത്തല അടക്കമുള്ളവർക്ക് വളരെ അടുത്ത ബന്ധവും കൃത്യമായിട്ടുള്ള അടുപ്പവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ ചില ധാരണകൾ ഉണ്ടാക്കി VD സതീശനെ തകർക്കാനുള്ള ചില നീക്കങ്ങളാണ് ഇവിടെ നടന്നതെന്നുള്ള ആക്ഷേപമാണ് സതീശൻ പക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം വലിയ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ കൃത്യമായി കടന്നു ചെല്ലാമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ പരിപാടിയെല്ലാം ആസൂത്രണം ചെയ്ത് മുന്നോട്ട് വന്നത്. എന്നാൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് മാത്രമല്ല, ഇവർക്കിടയിൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന കാഴ്ചകളാണ് ഓരോ ദിവസവും കണ്ടുവന്നത്. ഇതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള നീക്കം സ്വാഹയായി മാറുന്ന കാഴ്ചയാകുമെന്നുള്ള കാര്യം വ്യക്തമായി പുറത്തു വന്നിരുന്നു. ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇവർ വിറങ്ങലിച്ച് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയ കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് കോൺഗ്രസിലെ സമകാലിക വിവാദങ്ങൾ നിറം കെടുത്തിയത് അടുത്ത വർഷം നടക്കേണ്ട തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള മുന്നൊരുക്കങ്ങളെയാണെന്നുള്ള പ്രധാന വിമർശനമാണ് ഇവർക്കെതിരെ ഉയരുന്നത്. അതായത് ചുമതലകൾ വീതിച്ച് നൽകിക്കൊണ്ട് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ പ്രവർത്തനം തുടങ്ങുന്ന ഘട്ടത്തിൽ പുറത്തു വന്ന വിവാദങ്ങൾ കോൺഗ്രസിനകത്തെ ശത്രുക്കളും കോൺഗ്രസിന് പുറത്തെ ശത്രുക്കളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിൻ്റെ ഒരു ബാന്ധവമാണ് എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. അതായത് പാർട്ടി യോഗങ്ങളിൽ നടക്കുന്ന രഹസ്യങ്ങൾ കൃത്യമായി ചോർത്തി പുറത്തേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു ചാരപ്പണിയാണെന്ന് പറയുമ്പോൾ തന്നെ വ്യക്തമായ ധാരണയോടെ ചെന്നിത്തലയും അതോടൊപ്പം തന്നെ KM മുരളീധരൻ അടക്കമുള്ളവർ ആഞ്ഞടിക്കുന്ന VD സതീശനെതിരെ ആണെങ്കിലും കൃത്യമായിട്ട് ഇത് ആരോപണം ഉന്നയിച്ചവരിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. സുധാകരൻ സംഘടനാപരമായ കാര്യങ്ങൾക്ക് ഔദ്യോഗികമായ കാര്യങ്ങൾക്ക് വിദേശ സന്ദർശനത്തിലാണെന്ന സാഹചര്യം ഇരിക്കെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നിരിക്കുന്ന ഈ ആക്ഷേപങ്ങൾ സുധാകരൻ്റെ അസാന്നിധ്യത്തിലാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ പ്രശ്നങ്ങൾ സുധാകരൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഉണ്ട് എങ്കിലും സുധാകരൻ ഒന്നും അറിയാത്ത പോലെ നിന്ന് പരാതിയും നൽകി നൈസായിട്ട് വിദേശത്തേക്ക് പോവുകയായിരുന്നു. ഇവിടേക്ക് വിദേശത്ത് പോയി തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കും ഇവിടെ ചില പൊട്ടിത്തെറികൾ ഉണ്ടായി കാര്യങ്ങളിൽ ചില തീർപ്പുകൾ ഉണ്ടാകുമെന്നുള്ള കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു തന്ത്രപരമായ നീക്കം സുധാകരൻ നടത്തിയത് എന്ന് തന്നെയാണ് സതീശൻ പക്ഷത്തിലെ ഒരു വിഭാഗം തന്നെ കൃത്യമായി പറയുന്നത്. MMSനും അതോടൊപ്പം തന്നെ KM മുരളീധരൻ രമേശ് ചെന്നിത്തലയും എല്ലാം ഇപ്പോൾ പല ഘട്ടത്തിലും ഇടഞ്ഞു നിന്നതുപോലെ തന്നെ ഇപ്പോഴും ഇടഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. സതീശനെതിരായ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവർ, രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ളവർ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ സുധാകരനെതിരെയാണ് താൻ നിൽക്കുന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതീതി ഉണ്ടാക്കുകയും VD സതീശനോട് ഒട്ടി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുരളീധരൻ്റെയും അതുപോലെ തന്നെ സുധാകരൻ്റെ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകാനുള്ള നീക്കമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ നേതൃത്വത്തിലുള്ള ലോബി നടത്തി വരുന്നത്. ഇവർ തമ്മിലിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ പറയുന്ന മാസ്റ്റർ പ്ലാനും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള നീക്കങ്ങളും ഇപ്പോൾ വലിയ തോതിൽ തകർച്ചയിലേക്ക് കോൺഗ്രസിൻ്റെ ഈ പ്ലാൻ അവതരിപ്പിക്കുമ്പോഴേക്കും തന്നെ കാര്യങ്ങൾ തകർന്നു പോകുന്ന സാഹചര്യത്തിലേക്ക് കടന്നു വരുന്നത്. മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കാനും അത് പ്രാവർത്തികമാക്കാനുള്ള തീരുമാനങ്ങൾക്ക് വേണ്ടിയായിരുന്നു വയനാട്ടിലെ KPCC എക്സിക്യൂട്ടീവ് മീറ്റിംഗ് പ്രതിപക്ഷ നേതാവിനെ തന്നെ മാസ്റ്റർ പ്ലാൻ്റെ ഏകോപനത്തിന് ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം, VD സതീശനെ ഈ പറയുന്ന വയനാട് ക്യാമ്പ് കൃത്യമായി ചുമതലപ്പെടുത്തി. പിന്നെ എന്താണ് ഇവർക്ക് പ്രശ്നം? VD സതീശനെ ചുമതലപ്പെടുത്തിയപ്പോൾ തന്നെ ഏൽപ്പിച്ച പരിപാടി കൃത്യമായി താഴെയുള്ള ഭാരവാഹികളിലേക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കണം പ്രവർത്തിക്കേണ്ടതെന്നുള്ള ഒരു മാർഗനിർദ്ദേശം VD സതീശനുമായി ബന്ധപ്പെട്ടവർ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പ്രചരിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ കൊടുത്തപ്പോൾ അവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ
കെ മുരളീധരനും അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ചെന്നിത്തലയ്ക്കും കെ സുധാകരനും പൊള്ളാൻ കാരണം? ഇവിടെയാണ് ഇതിൻ്റെ ട്വിസ്റ്റ്. വി ഡി സതീശൻ ഒരു അപ്രമാദിയായി വളരുന്നതിനെ തീരെ അംഗീകരിക്കാൻ സുധാകരനും അടക്കമുള്ളവർക്ക് സാധിക്കില്ല. ഈ ഘട്ടത്തിൽ തങ്ങളുടെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് തൻ്റെ അധികാരത്തിൽ കൈകടത്തിക്കൊണ്ട് ഇത്തരം നീക്കം നടത്തുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുകയും അതേ തുടർന്നാണ് സുധാകരനും സംഘവും വലിയ തോതിൽ നീങ്ങിയിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ പരിശോധിച്ചാൽ ഇത് വെറും തെറ്റിദ്ധാരണകളാണ് എന്ന് തോന്നും. എങ്കിൽ സ്ഥായിയായി ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. യാഥാർത്ഥ്യമായിട്ടും സുധാകരനും സതീശനും തമ്മിൽ ചേരി ഒരിതിലല്ല, ഒരു ചുവടല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമാണ്. മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വിവാദങ്ങളല്ല, ഇവർ തന്നെ ഉണ്ടാക്കി പുറത്തേക്ക് വിടുന്ന വിവാദങ്ങളാണ് നമ്മൾ പല ഘട്ടത്തിലും കണ്ടിരുന്നത്. താഴെത്തട്ടിൽ പഞ്ചായത്ത് തലം മുതൽ നേതാക്കൾക്ക് ചുമതല നൽകിക്കൊണ്ടാണ് തീരുമാനം. ജില്ലകളുടെ ചുമതല KPCC ഭാരവാഹികൾക്കാണ്, കോർപ്പറേഷനുകളുടെ ചുമതല മുതിർന്ന നേതാക്കൾക്കാണ്. മൊത്ത ഏകോപനം പ്രതിപക്ഷ നേതാവിന് കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ KPCC പ്രസിഡന്റിന്റെ അധികാരത്തിൽ കൈകടത്തുന്ന ഒരു കാര്യത്തിനും ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഈ പറയുന്ന കെ സുധാകരൻ സംഘവും പറയുന്നത്. പക്ഷേ ഇത് എന്തൊക്കെയാണെന്ന് തരംതിരിച്ച് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സർക്കുലർ കൊടുക്കാനോ ഒരു ലെറ്റർ ഹെഡിൽ ഒരു അറിയിപ്പ് കൊടുക്കാനോ സതീശനെ തടയേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് സതീശനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. കാരണം സതീശൻ ഉദ്ദേശിച്ചത് വരുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും വിജയം നേടി കാര്യങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണെന്നും സംഘടനയുടെ ഉയർച്ച മാത്രമേ അവിടെ ലക്ഷ്യമിട്ടിട്ടുള്ളൂ എന്നും വി ഡി സതീശനെ അനുകൂലിക്കുന്നവർ പറയുമ്പോൾ മറ്റൊരു പ്രചാരണം നടക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ കെ സുധാകരനെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അഥവാ കെ സുധാകരൻ ഒരു കഴിവുകെട്ടവനാണെന്ന് സ്ഥാപിക്കാനുള്ള ഒരു നീക്കമാണ് അവിടെ നടക്കുന്നത് എന്നുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഈ മൂന്നംഗ സംഘത്തിനെ ഉപയോഗിച്ചുകൊണ്ട് കെ സുധാകരൻ നടത്തിയിരിക്കുന്ന വലിയൊരു ബ്രഹ്മാസ്ത്രമാണ് ഇപ്പോൾ കെ സുധാകരൻ വി ഡി സതീശനെതിരെ തൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ എങ്ങനെ തടയിടുമെന്നുള്ള കാര്യത്തിൽ മാത്രമാണ് എല്ലാവർക്കും ആശങ്കയുള്ളത്. KPCC ഓഫീസിനെ ഹൈജാക്ക് ചെയ്യുന്ന മൂവർ സംഘം ഫ്രാക്ഷൻ ആയി പ്രവർത്തിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് അവർക്ക് താല്പര്യമുള്ള വാർത്തകൾ അത്തരത്തിൽ വളച്ചൊടിച്ച് എത്തിച്ചു നൽകുന്നതിൽ ഇവർ വലിയ തോതിൽ പങ്കുവഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ കെ സുധാകരൻ്റെ ലോബിയാണ് ഇന്ദിരാഭവൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതെന്ന് വളരെ വ്യക്തം. അതായത് വി ഡി സതീശനെ തകർക്കുക എന്നുള്ള ഏക ലക്ഷ്യം മാത്രമാണ് ഇവിടെ ഉള്ളത്. മാർഗം ഏതായാലും ലക്ഷ്യം വിജയിക്കുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ചത്താലും വേണ്ടില്ല, പെങ്ങടെ അല്ലെങ്കിൽ ആങ്ങളെ ചത്താലും വേണ്ടില്ല, നാത്തൂൻ്റെ കണ്ണീര് കാണണം എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസ് ഇവിടെ തകർന്നാലും കുഴപ്പമില്ല, സ്വന്തം നേതാക്കന്മാർക്കായിട്ട് തന്നെ പണിയാൻ കിട്ടുന്ന അവസരം ഒന്നും കളയരുത് എന്നുള്ള കോൺഗ്രസ്സുകാരുടെ തനി സ്വഭാവമാണ് ഇവിടെ കാണുന്നത് എന്ന് വേണം നമ്മൾ കൂട്ടി വായിക്കാൻ. താനറിയാതെ സർക്കുലർ പുറത്താക്കിയത് ശരിയല്ലെന്ന രീതിയിൽ സുധാകരൻ്റെ ഭാഗത്തു നിന്നും പ്രതികരണമുണ്ടായി. എന്നാൽ സുധാകരൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അറിയുന്ന നേതാക്കൾക്ക് അദ്ദേഹത്തോട് പരാതിയില്ല എന്നും മനഃപൂർവ്വമല്ല അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ എന്നുമാണ് പറയുന്നത്. അതായത് സുധാകരനെ ശരിക്കും ഒരു രോഗിയാക്കി മാറ്റിക്കൊണ്ട്, എന്നെ കഴിവില്ലാത്തവനാക്കിക്കൊണ്ട്, ആരോഗ്യസ്ഥിതി മോശമായ ഒരാളാക്കി മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഡിപ്രസ്ഡായ മനുഷ്യനാക്കി മാറ്റിക്കൊണ്ട് അവിടെ ഒരു കടന്നു വരവ് വി ഡി സതീശൻ കെ സുധാകരൻ്റെ അതേ ദശയിൽ തന്നെ കടന്നു വരാനുള്ള വലിയ തോതിലുള്ള നീക്കമാണ് അവിടെ നടത്തുന്നത്. സുധാകരനെ തകർക്കാതെ ഒരു തരത്തിൽ അവിടേക്ക് എത്താൻ കഴിയില്ല എന്നും ആ എത്തൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ആകണമെന്നും, എങ്കിൽ മാത്രമേ ഇവിടെ ഉണ്ടാകുന്ന വിജയത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് ഒറ്റയ്ക്ക് അടിച്ചു മാറ്റാൻ കഴിയുള്ളൂ എന്നുള്ള സതീശൻ്റെയൊക്കെ നീക്കമാണ് ഇപ്പോൾ വലിയ തോതിൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. ഏതായാലും മിഷൻ 25, 50, 2800 എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും കോൺഗ്രസ്സുകാരുടെ മാനസിക നിലയിൽ മാറ്റം വരാതെ ഒരു ഘട്ടത്തിലും ഇവർ വിജയിക്കാനും പോകുന്നില്ല. കോൺഗ്രസിൽ ഒരു സുസ്ഥിരമായ അവസ്ഥ ഉണ്ടാകാനും പോകുന്നില്ല.